എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത് എന്ന് ആളുകൾ യാത്ര പറയാൻ വേണ്ടി വരുമ്പം ചിലപ്പം പറയാറുണ്ട്. ഇവിടെ അങ്ങനെ നിന്ന് എത്ര ജോലി ചെയ്താലും സമ്പാദിക്കാൻ കഴിയില്ല, അങ്ങനെ ചിലവായി പോകും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് വെക്കാനൊക്കെ വലിയ പ്രയാസമാണ്. നാട്ടിൽ നിന്നൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വീട് വെക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ മക്കളെ കെട്ടിക്കണം, അവരെ കല്യാണം കഴിച്ച് അയക്കണം, അതിനൊക്കെ വലിയ ചിലവുണ്ടാവും. ഇവിടെ നിന്നാൽ നടക്കൂല. അപ്പം അതുകൊണ്ടാണ് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ വന്നത്. പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു ലോക്കിലേക്ക് പോവുകയും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. പലപ്പോഴും ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ലോക്കായി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മഹത്വം പോരിശൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാണ് പലരും. ഇത് തന്നെയാണ് മറ്റു മതവിശ്വാസികളും. അതായത് ദുനിയാവിൻ്റെ ഏതൊരു കാര്യം എടുത്താലും അതിലൊക്കെ എല്ലാവരും ഏകദേശം ഒരേപോലെയാണ്. ഇപ്പോൾ ഒരു അസുഖം വരുമ്പം, ഒരു ടൈഫോയിഡ് വന്നാൽ അവിടെ വിശ്വാസിയും അവിശ്വാസിയും ഒരേപോലെയാണ്. കോവിഡ് വന്നപ്പോഴും അത് വരുമ്പോൾ തൊണ്ടവേദന ഉണ്ടാവും, പനി ഉണ്ടാവും, ശ്വാസം കിട്ടാതാവും, ഓക്സിജൻ കുറയും. അതിപ്പോൾ ഒരു വിശ്വാസിയാണ് വിചാരിച്ച് ഓക്സിജൻ കുറയാതൊക്കെ ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെയാണ് ദുനിയാവിൽ. എന്താണ്, എവിടെയാണ് വ്യത്യാസം? അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പോയിൻ്റാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇലൊരായത്തുണ്ട്. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. അതായത് യുദ്ധം കഴിഞ്ഞ് രണ്ട് വിഭാഗത്തിലെ ആളുകൾക്കും മുറിവേറ്റ് വേദനിക്കുന്ന, മുറിവ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ രണ്ട് വിഭാഗത്തിലും ഉണ്ടാവും. ഒരു പ്രയാസം, ഒരു യുദ്ധം കഴിയുമ്പോൾ. ഇൻ തകൂനു തഅലമൂന, നിങ്ങൾ വേദനിക്കുന്നവരാണെങ്കിൽ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾക്ക് വേദനയുള്ളതുപോലെ അവർക്കും വേദനയുണ്ട്. വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അതാണ് വ്യത്യാസം. വതർജൂന മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാ ലാ യർജൂൻ, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന്. ഇപ്പോൾ ഈ ഗാസയിലെ ചെറുത്തുനിൽപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തുമ്പോൾ വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും അത്ഭുതപ്പെടുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഇവർക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നത്? ഒരു വർഷമായില്ലേ ഇത്ര ശക്തമായ വിശ്വാസത്തോടെയും തൻ്റെ ഇടത്തോടെയും ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നത്? ആ ഒരു വിശ്വാസമാണ്. വതർജൂന മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ നിന്നൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. മാ ലാ യർജൂൻ, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന്. അപ്പം അതാണ് ഒരു വിശ്വാസിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതാണല്ലോ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത്. 1,24,000-ത്തിലധികം പ്രവാചകന്മാർ ഭൂമിയിൽ വന്നത് ഈ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തൗഹീദും റിസാലത്തും ആഖിറത്തും പഠിപ്പിക്കാനാണ്. ഈ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അല്ലെ, നമ്മൾ വല്ലാത്തൊരു വൈബുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എവിടെ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്താലും സോഷ്യൽ മീഡിയ എടുത്താലും എല്ലാം ഒരു പ്രത്യേക വൈബിലാണ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തിന് എന്താണ് ലക്ഷ്യം എന്ന് പലപ്പോഴും ചിന്തിക്കുന്നതിൽ നിന്ന് ഈ ദുനിയാവ് നമ്മളെ മറപ്പിച്ച് കളയണം. അത് ഇന്നല്ല, എക്കാലത്തും അങ്ങനെയാണ്. മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ സന്തോഷമായി വിജയമായി കാണുന്നത് എന്താണ്? ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരാളിനോട് അക്കൗണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം കാര്യമായിട്ട് തീരെ ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്.
പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പം ഒരു അക്കൗണ്ട് എടുത്തതാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് നല്ല ഫോളോവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വിജയം, സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഷ്യൽ മീഡിയയിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ടാകുക, ബാങ്കിൽ നല്ല ബാലൻസ് ഉണ്ടാകുക, നല്ലൊരു വാഹനം ഉണ്ടാകുക, നല്ലൊരു ജോലി. അതില്ലാത്തവൻ വിജയിക്കാത്തവനാണ് അല്ലേ? ആളുകൾ ഇപ്പോൾ പറയും മകന് നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല, വലിയൊരു വിഷമാണ്. ജീവിക്കാനൊക്കെ സമ്പത്തും മാർഗമുണ്ട്, പക്ഷെ ഒരു ജോലി ഇല്ല എന്നുള്ളതൊരു വിഷമം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ സന്തോഷവും വിജയവുമായിട്ട് ആളുകൾ കാണുന്നത്. ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് മനുഷ്യനെ നയിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ ആളുകൾ മാനസികമായി വളരെ പ്രയാസപ്പെടുന്നുണ്ട് അല്ലേ? എനിക്ക് ഫോളോവേഴ്സ് ഇല്ല, എനിക്ക് ലൈക്ക് കിട്ടുന്നില്ല. ചില ആളുകൾ ഭയങ്കര ഒരു പോസ്റ്റൊക്കെ ഇടുമ്പോൾ ചിലപ്പം പറയും, ഇതാ കണ്ടോ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു 100 ലൈക്ക് കിട്ടണ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടും. ഒരു 10 മിനിറ്റ് കൊണ്ട് കാണിച്ചു തരും 112 ലൈക്ക്. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ നോക്കി എങ്ങനെ ഇത്ര അധികം ലൈക്ക് കിട്ടണം എന്താന്ന്. അപ്പോൾ മൂപ്പര് ഇടക്കിടക്ക് തീർത്ത് നോക്കിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും ലൈക്ക് അടിച്ചു കൊടുക്കണ്. കൊടുത്തതല്ലേ കിട്ടുക. അപ്പം അതിമങ്ങനെ 2 സ്ക്രീനും അങ്ങനെ നിൽക്കിയ ലൈക്കാവും. അങ്ങനെ ആക്കുക തള്ള, അങ്ങനെ ആക്കുക തള്ള, എന്താണെന്നൊന്നുമില്ല. നമ്മൾ മാക്സിമം ലൈക്ക് കൊടുത്താൽ മാക്സിമം ലൈക്ക് കിട്ടും. അപ്പം ഇങ്ങനത്തെ ഒരു വൈബിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ വൈബ് അവസാനിക്കുന്ന ഒരു നിമിഷം മരണത്തിന് മുമ്പ് തീർച്ചയായും വരും അല്ലേ? ഒരു വയറുവേദന വന്നു, സ്കാൻ ചെയ്തു, സ്റ്റേജ് 4 ക്യാൻസറാണ്. അപ്പോഴാണ് ഈ വൈബ് അവസാനിക്കുക. എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം അപ്പോഴാണ് എന്ത് ചെയ്യുക, ആ ചോദ്യം നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾക്ക് പറയാനുള്ളത്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഖുർആൻ അതിൻ്റെ മൂന്നിലൊന്നും ഉപയോഗപ്പെടുത്തിയത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഫവറബ്ബിസ് സമാഇ വൽ അർളി ഇന്നഹു ലഹഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. സൂറത്തു ദാരിയാത്തിലെ വല്ലാത്തൊരായത്താണ്. ഫവറബ്ബിസ് സമാഇ വൽ അർളി. ഈ ആകാശഭൂമി എന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയോ, അത് ശരിക്കും ഗൾഫിൽ വന്നാലാണ് ഒന്നുകൂടി ഫീൽ ചെയ്യുക. നമ്മളെ നാട്ടിൽ ആകാശം കാണണമെങ്കിൽ പുറത്തിറങ്ങി കുറേ തെങ്ങും പിലാവും, അതിൻ്റെ ഇടയിൽ ആകാശം കാണാൻ കുറച്ച് പ്രയാസമാണ്. ഈ ഖുർആൻ ഇറങ്ങിയത് ഇവരോടാണ്. എന്താ ഇങ്ങനെ ആകാശം ഭൂമിനെ പറ്റി പഠിച്ചോ ഇടക്കിടക്ക് പറയണേ. നമുക്ക് ആകാശം കാണണമെങ്കിൽ നമ്മളൊന്ന് ഇറങ്ങി ചിലപ്പോൾ തെങ്ങിൻ്റെ തൊട്ടുനിന്ന് മാറി പിലാവിൻ്റെ തൊട്ടുനിന്നൊക്കെ ഒന്ന് ഇറങ്ങി എന്നാലേ ശരിക്കും ഒന്ന് ആകാശം കാണുള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ അറബ് നാട്ടിൽ നിൽക്കുമ്പോഴാണ് ആകാശം ഭൂമി ഇങ്ങനെ ശരിക്കും കാണുക. ഫവറബ്ബിസ് സമാഇ വൽ അർളി, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖുൻ, തീർച്ചയായും ആ കാര്യം മരണാനന്തര ജീവിതം അത് സത്യം തന്നെയാണ്. ലാമു തൗക്കീദാണ്. ലഹഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. നിങ്ങൾ സംസാരിക്കുന്നത്, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്, അതേപോലെ യാഥാർത്ഥ്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത്. അപ്പം അത് നമ്മൾ കൺവിൻസ്ഡ് ആകുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഈ മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ. ഈ 3 പ്രിൻസിപ്പിളാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി തന്നെ വേണം. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ആരാധനക്കർഹൻ. നമ്മളെ സൃഷ്ടിച്ച 2 കോശങ്ങളിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. എൻ്റെ പിതാവ് ഒരൊറ്റ പ്രാവശ്യം ശ്രവിക്കുന്ന ബീജത്തിൽ 400 മില്യൺ ബീജങ്ങളുണ്ട്. 400 മില്യൺ. കേരളത്തിലെ ജനസംഖ്യ പോലും 35 മില്യൺ ഉള്ളൂ. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ 10 ഇരട്ടി ജനങ്ങളുണ്ട് ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ശുക്ലത്തിൽ. അതിൽ നിന്ന് ഒരു ബീജമാണ് ഒരു അണ്ഡവുമായി യോജിച്ച് രണ്ട് ലിംഗകോശങ്ങളായ ഒരു സൈഗോട്ടായത്. അതിന് ജീവനില്ലായിരുന്നു. അത് 4ആയി 8ആയി 16ആയി 32ആയി ഏതോ ഒരു ഘട്ടത്തിൽ അല്ലാഹു അതിന് ജീവൻ നൽകി. അതൊരു കുഞ്ഞായി അല്ലേ? നമ്മളൊക്കെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്നതാണ്. എന്നിട്ട് നമ്മൾ പ്രസവിക്കപ്പെട്ടു. ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നവൻ എന്നാണ് റബ്ബ് എന്നതിൻ്റെ അറബി ഭാഷയിലെ മലയാളത്തിലേക്ക് അർത്ഥം പറയുമ്പം പറയാം.
അല്ലേ? നമ്മൾ ജനിച്ചപ്പോൾ ഒന്നും അറിയില്ല, അങ്ങനെ കിടന്ന് കരയാൻ മാത്രം അറിയുന്ന ഒരു കുഞ്ഞ് ഓരോ ഘട്ടത്തിലൂടെ കഴുത്തുറച്ചു, അല്ലേ? ഓരോ ഉമ്മമാരുടെ സന്തോഷമാണ് കുട്ടിൻ്റെ കഴുത്തുറച്ചു. അല്ലെങ്കിൽ ഒരു 5 മാസമായ കുട്ടിനെ നമ്മൾ കഴുത്തിങ്ങനെ എടുത്ത് പ്രയാസപ്പെട്ട് കഴുത്ത് താങ്ങി പിടിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തെപ്പോഴും കഴുത്തുറച്ചിട്ടില്ലേ എന്ന്. അത് വല്ലാത്തൊരു മൈൽ സ്റ്റോൺ ആണ് കഴുത്തുറക്കുക എന്ന് പറഞ്ഞാൽ. കാരണം കഴുത്ത് സമയത്തിന് ഉറച്ചിട്ടില്ലെങ്കിൽ കുട്ടി മന്ദബുദ്ധിയാകാനുള്ള ചാൻസ് കൂടുതലാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ പേടിയാണ്, അല്ലേ? കുട്ടി ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാതിരിക്കുക. എത്രയോ കുട്ടികളെ കൊണ്ടുവരും, 1 വയസ്സായാൽ അനിയൻ്റെ കുട്ടി ഇരിക്കുന്നുണ്ട്, ജ്യേഷ്ഠൻ്റെ കുട്ടി ഇരിക്കുന്നുണ്ട്, അല്ല നടക്കുന്നുണ്ട്. എൻ്റെ കുട്ടി ഡോക്ടറെ 1 വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും നടക്കില്ല. അനിയൻ്റെ കുട്ടി 8 മാസമായപ്പോൾ ഓടാൻ തുടങ്ങിയെന്ന് അറിയും. വലിയ പ്രയാസം, വലിയ ഭീതിയോടുകൂടിയാണ് ആളുകൾ പറയുന്നത്. എന്താണ്? ഇതൊക്കെ ഒരു മൈൽ സ്റ്റോൺസ് ആണ്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നമ്മൾ കൈവരിച്ചതാണ്, അല്ലേ? പിന്നെ സംസാരിക്കാൻ ഉമ്മ വാപ്പാന്ന് വിളിക്കാൻ പഠിച്ചു, നടക്കാൻ പഠിച്ചു, അല്ലേ? നമ്മൾ പാമ്പേഴ്സ് കിട്ടി. പാമ്പേഴ്സ് ഇല്ലാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജനിച്ച്. ഇപ്പം പാമ്പേഴ്സിൻ്റെ കാലമാണ്. ആ പാമ്പേഴ്സ് എന്തെപ്പോഴും 5 വയസ്സായ കുട്ടിയെ പാമ്പേഴ്സ് കിട്ടിയ ആൾക്കാർ ചോദിക്കും എന്തെപ്പോഴും പാമ്പേഴ്സ് കിട്ടണം, എന്താ മൂത്രം ശരിയായിട്ടില്ലേ, കൺട്രോൾ ആയിട്ടില്ലേ? അതൊരു മൈൽ സ്റ്റോൺ ആണ്. അതൊരു സമയം കഴിയുമ്പോൾ മാറണം, അല്ലേ? നടക്കുക, കളിക്കാൻ പോയ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരിക, ഇതൊക്കെ നഷ്ടപ്പെടുന്നു. വീണ്ടും തലകുത്തനാവുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും മടക്കപ്പെടും. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇപ്പം ആളുകൾ ഇങ്ങനെ എന്നെ ഒരു 70 വയസ്സായ ആളുകൾ കാണിക്കാൻ വരും. അപ്പം പലപ്പോഴും അവരെ കൺസേൺ എന്താ? പഴയ പോലെ നടക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ അവർ കൈവരിച്ച നടത്തം എന്നത് നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമാണ്, അല്ലേ? 80 വയസ്സായ ആളെ ഏറ്റവും വലിയ കൺസേൺ എന്താ നിങ്ങൾ ചോദിച്ചു നോക്കി. കൺട്രോളോട്, മലമൂത്ര വിസർജനത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാതെ 80 വയസ്സിലും പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഡോക്ടറെ, ഈ മൂത്രത്തിൻ്റെ ട്യൂബായിട്ട് നടക്കാൻ വലിയ പ്രയാസമാണ്. പാമ്പേഴ്സ് കെട്ടിയിട്ടാണ് ഉറങ്ങുന്നത്, മൂത്രം കൺട്രോളില്ല. 80 വയസ്സായ ആളുടെ കൺസേൺ ആണ് ഇത്. നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അച്ചീവ് ചെയ്തതാണ്. അള്ളാഹു പറയുന്നത് ഇതൊക്കെ വീണ്ടും തല കീഴ്മേൽ മറിയും, തല കുത്തനെയായിട്ട് തിരിച്ചു കൊണ്ടുവരപ്പെടുമെന്ന് അള്ളാഹു ഖുർആനിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഇതൊക്കെ തല തിരിഞ്ഞു വരും. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലിങ്ങനെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ അതുപോലെ യാഥാർത്ഥ്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതം എന്നത്. ഖുർആനിൽ ലാ റൈബ എന്ന് പറഞ്ഞ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ലാ റൈബ അറബി പഠിക്കുന്നവർക്കറിയാം. ഫതഹിട്ടിട്ട് ഒരു സാധനത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ നഹിയും ലിൽ ജിൻസ് എന്നാ പറയാ. ലാ റൈബുൻ എന്ന് പറയാം ശരിക്കും അറബിയിൽ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ലാ റൈബ എന്ന് പറയുമ്പം അത് ഫതഹിട്ടിട്ടാണ് നിഷേധിക്കുന്നത്. അപ്പം എന്താണ്? ലാ റജുലുൻ, ഒരു പുരുഷനൊരു വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരുഷനില്ല എന്ന് അതിൻ്റെ അർത്ഥം. ലാ റജുല ഫീ ബൈത്തി എന്ന് പറഞ്ഞാലോ, ലാ റജുല എന്ന് പറയുമ്പം ഒരു ആൺതരിയേ ഇല്ല എന്നാണ്. ഇപ്പൊ പ്രസവിച്ചൊരു ആൺകുട്ടിയും കൂടി ആ വീട്ടിലില്ല എന്നാണ് അർത്ഥം വരിക. അതാണ് അറബിൻ്റെ പ്രത്യേകത. ലാ റൈബ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ നിഷേധിച്ച, അതിൽ സംശയമേ ഇല്ല എന്നേ മലയാളത്തിൽ പറയാൻ പറ്റുള്ളൂ. അതാണ് മലയാളത്തിൽ അങ്ങനെ അർത്ഥം കൊടുക്കുന്നത്. സംശയമേ ഇല്ല എന്ന് പറഞ്ഞത്, സംശയമില്ല എന്നല്ല, സംശയമേ ഇല്ല. എന്തില്? യൗമുൽ ഖിയാമ, മരണാനന്തര ജീവിതത്തിൽ സംശയമില്ല. ഖുർആൻ ലാ റൈബിട്ടിട്ട് നിഷേധിച്ച കാര്യങ്ങൾ പരിശോധിച്ചാൽ 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഈ ഗ്രന്ഥത്തിൽ, ഈ അള്ളാഹുവിൻ്റെ വഹീൽ സംശയമല്ല. ഈ ഖുർആൻ ഇത് അള്ളാഹുവിൽ നിന്നാണ്, ഇത് അള്ളാഹുവിൻ്റെ കിതാബാണ് എന്നുള്ളതിൽ. ഈ മരണവും മരണാനന്തര ജീവിതവും ഈ അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച്, വഹീനെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, യൗമുൽ ഖിയാമയെ കുറിച്ച്, ഖദറിനെ കുറിച്ച്, ഈ ഗൈബിയായ വിശ്വാസ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയിച്ചു തന്ന ഈ വേദഗ്രന്ഥത്തിൽ സംശയമേ ഇല്ല. മരണാനന്തര ജീവിതത്തിൽ യൗമുൽ ഖിയാമ, നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നതിൽ അതിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച്, നമ്മൾ ആദ്യ തവണ സൃഷ്ടിച്ച അള്ളാഹുവിന് രണ്ടാമതും നമ്മളെ സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമുള്ളത്, അല്ലെ? ഏതൊരു സാധനം ഫസ്റ്റ് ഉണ്ടാക്കാനാണ് പ്രയാസം, അല്ലെ? ഏത് നമ്മൾ സോഫ്റ്റ്വെയർ ആകട്ടെ, എന്താകട്ടെ, അതിനെ ഫസ്റ്റ് കോപ്പിക്കാണ് പ്രയാസം. രണ്ടാമത് ഉണ്ടാക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടല്ല, അത് കോപ്പി അടിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ ആദ്യ തവണ സൃഷ്ടിച്ചത് അള്ളാഹുവാണെങ്കിൽ എന്നെയും നിങ്ങളേക്ക് ഇതേപോലെ മടക്കി കൊണ്ടുവരാൻ അള്ളാഹുവിന് എന്ത് പ്രയാസമാണുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, അല്ലേ? തൗഹീദ്, അള്ളാഹു റബ്ബാണ്. നോക്കി എത്ര വർഗീയത ഇല്ലാത്ത വിശ്വാസമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ റബ്ബിനെയാണ്, യാ അയ്യുഹന്നാസ്
മുഴുവൻ മനുഷ്യരെയും വിളിച്ചിട്ടാണ് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറയുന്നത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലേ? ആ റബ്ബാണ് ഇലാഹ്. അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. റബ്ബായ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന ഈ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന വിശ്വാസം അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. രണ്ടാമത്തത് റിസാലത്താണ്. അല്ലേ? റിസാലത്തിൽ എന്താണ് സംശയം? ചരിത്രം പഠിക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാണ്. അല്ലേ? എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കാൻ ആ നബിയുടെ ചരിത്രം, ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ച ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. മൈക്കൽ എച്ച് ഹാർട്ട് വെറുതെയല്ല ദ 100 റാങ്കിങ്ങിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 1-ാം റാങ്ക് കൊടുത്ത് മുന്നിൽ നിർത്തിയത് എന്തുകൊണ്ടാണ്? ആ 23 വർഷത്തെ ജീവിതം കൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു നേതാവിനെ, അങ്ങനത്തെ അനുയായികളെ ആലോചിച്ച് നോക്കി. ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ ഹദീസിൽ പറയുന്ന ഹഫീഫുൽ കിന്ദിയുടെ ചരിത്രമുണ്ട്. അല്ലേ? മദീന കാലഘട്ടത്തിൽ മുസ്ലിമായ ഹഫീഫുൽ കിന്ദി എന്ന അൻസാരിയായ സഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുന്ന കാലഘട്ടത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം എടുത്തു പറയുന്നൊരു സംഭവമുണ്ട്. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നുണ്ട്. എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലുമെല്ലാം അത് പറയുന്നുണ്ട്. എന്താണ്? അദ്ദേഹം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പം അദ്ദേഹം ഇടക്ക് മക്കയിൽ വരും. ആ മക്കയിൽ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അബ്ബാസിനെ കാണാൻ വരും. ഒരു ദിവസം അബ്ബാസിനെ വീട്ടിൽ കാണാനല്ല. അപ്പോൾ അദ്ദേഹം കഅബയുടെ പരിസരത്തുണ്ടാവുമെന്ന് പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കഅബയുടെ പരിസരത്തിൽ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം 3 ആളവിടെ, ഒരു അസാധാരണമായി 3 ആളെ കാണുമ്പോൾ അബ്ബാസിനോട് ചോദിക്കുന്നുണ്ട്, ഈ 3 ആളുകൾ ആരാണ്? അപ്പോൾ അതിൽ മുന്നിൽ നിൽക്കുന്നത് ഒരു പുരുഷനാണ്, നല്ല സൗന്ദര്യമുള്ള, ആരും കണ്ടാൽ നോക്കി പോകുന്ന ഒരാൾ. അപ്പോൾ അബ്ബാസ് പറയണത്, ഇതിൻ്റെ ഒരു ബ്രദറുണ്ട്, ആര്? അബ്ദുള്ള, മരിച്ചുപോയ അബ്ദുള്ള, ഓൻ്റെ മോൻ മുഹമ്മദാണ്. അവൻ്റെ പിന്നിലുള്ളത് അവൻ്റെ ഭാര്യ ഖദീജയാണ്. അവൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മറ്റൊരു സഹോദരൻ അബൂ താലിബിൻ്റെ മകൻ അലിയാണ്. അവർ പുതിയ ഒരു പരിപാടിയായിട്ട് വന്നതാണ്. ഇത് സഹോദരൻ, ഇത് തമാശല്ല, അത് ചരിത്രത്തിൽ സംഭവിച്ച 1440 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഡയലോഗാണ്. അത് ഈ 3 ആളുകൾ പുതിയൊരു പരിപാടിയായിട്ട് വന്നതാണ്. നമ്മൾ ആരാധ്യ വസ്തുക്കളെയെല്ലാം അവർ നിഷേധിക്കുകയാണ്. ഈ വിഗ്രഹങ്ങളൊക്കെ അവർ നിഷേധിച്ചിട്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊരു പുതിയ പരിപാടിയായിട്ട് വന്ന ആളുകളാണ്. വല്ലാഹി ഇന്ന് എൻ്റെ അറിവിൽ ഈ 3 ആളുകളെ മാത്രമേ ഓന് കിട്ടിയിട്ടുള്ളൂ. ഓനും എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ സഹോദരൻ അബൂ താലിബിൻ്റെ മോനും, ഈ 3 ആൾക്കാരാണ് അവൻ്റെ ഒപ്പം ഉള്ളത്. ഹഫീഫുൽ കിന്ദി പറയാണ്, അദ്ദേഹം സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അത് മദീന കാലഘട്ടത്തിലാണ്. അന്നെങ്ങാനും ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ, അബ്ബാസ് പറഞ്ഞ ആ സന്ദർഭത്തിൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ സന്ദർഭത്തിലെങ്ങാനും ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ ഞാൻ ഇസ്ലാമിൽ 4-ാമത്തെ ആളാകുമായിരുന്നു എന്ന് പിന്നീട് മദീന കാലഘട്ടത്തിൽ അദ്ദേഹം അയവിറക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് 3 ആളിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് 180 കോടി ജനങ്ങളുമായി 200 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ആ ആദർശത്തിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ്. അല്ലേ? ഞങ്ങളല്ല ചരിത്രം പരിശോധിച്ചാലോ, നിങ്ങളാലോചിച്ചു, റോമൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത 800-900 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള 2 നാഗരികതകളാണ് റോമനും പേർഷ്യയും. റോമൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ അടക്കി വാണിരുന്ന 800 വർഷത്തോളം യൂറോപ്പ് അടക്കി വാണിരുന്ന റോമൻ ചക്രവർത്തിമാർ, ലോകത്തിലെ ഏറ്റവും സൈനിക ശേഷിയുള്ള 800 വർഷത്തെ സൈനിക ചരിത്രമുള്ള ഏറ്റവും സ്ട്രോങ് ആയ ആർമിയുള്ള റോമൻ സാമ്രാജ്യം. ഇപ്പുറത്ത് പേർഷ്യൻ എംപറർ, അത്ര തന്നെ ലാൻഡ് ഒക്യുപ്പൈ ചെയ്ത, അത്ര തന്നെ സൈനിക ശേഷിയുള്ള, അത്രത്തോളം പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു വലിയ ചക്രവർത്തി. ഈ 2 ചക്രവർത്തിമാരുടെയും ഇടയിൽ നാഗരികതക്ക് ഒരു സാഹചര്യവുമില്ലാത്ത ഒരു വരണ്ട മരുഭൂമി, അതാണ് അറേബ്യ. നിങ്ങൾ ലോകത്തിൽ നാഗരികത ഉണ്ടായി വന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒന്ന് നൈൽ നദിയാണ്, അല്ലേ? മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നൈൽ നദിയുടെ തീരത്ത് വന്നു. സിന്ധു നദിയുടെ സംസ്കാരം സിന്ധു നദിയുടെ തീരത്തുണ്ടായി. ഏത് നദിയാണ് അറേബ്യയിലൂടെ ഒഴുകുന്നത്? ഒരു നാഗരികത ഉണ്ടാകാനുള്ള എന്ത് പോസിറ്റീവായ കാര്യമാണ്? എന്തെങ്കിലും ഒരു വെള്ളമോ ഒരു കൃഷിയോ ഒരു പട്ടണമോ നിങ്ങൾക്ക് അറേബ്യയിൽ കാണിച്ചു തരാൻ സാധ്യമല്ല.
എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കി, 23 വർഷത്തെ ഒരു ജീവിതം കൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കിയ മഹാവിപ്ലവം 130 വർഷമാകുമ്പോൾ, അമവിയ ഖിലാഫത്ത് അവസാനിക്കുമ്പോഴേക്ക് 130 വർഷത്തെ പാരമ്പര്യമാകുമ്പോഴേക്ക് സ്പെയിൻ മുതൽ ന്യൂഡൽഹി വരെ ഈ 2 സാമ്രാജ്യങ്ങളെയും തകർത്ത് അത് ഒക്യുപ്പൈ ചെയ്യാണ്. ഒരു ആർമില്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ആർമി മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നില്ല. സാധാരണക്കാരനാണ് യുദ്ധത്തിന് പോയിരുന്നത്. പക്ഷെ ഈ 2 സാമ്രാജ്യങ്ങളെയും അത് തകർത്ത് കളഞ്ഞു. സാംസ്കാരികതക്കോ എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്ക് പറയാൻ ഒന്നുമില്ലാത്ത ആ വരണ്ട ഭൂമിയിൽ നിന്ന് ഒരു വലിയ സംസ്കാരം രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ്? അത് അല്ലാഹു ഒരു പ്രവാചകൻ അവിടെ നിയോഗിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. അത് ബോധ്യപ്പെട്ട ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റിസാലത്തിനെ നിഷേധിക്കുക? മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതിനെ ഒരാൾക്കും, ചരിത്രത്തെ പഠിച്ച ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മൈക്കൽ എച്ച് ഹാർട്ട് ദ 100 റാങ്കിങ്ങിൽ മുഹമ്മദ് നബിക്ക് 1ാം സ്ഥാനം നൽകിയത്. കാരണം മുഹമ്മദ് നബിയെ നമ്മൾ നേതാവായി കാണുന്നത് ഒരു നോക്കു കാണാതെ, ഒരു ശബ്ദശകലം പോലും കേൾക്കാതെ, ഒരു ചിത്രം പോലും നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കാതെ ആ മനുഷ്യനെ സ്വന്തം പിതാവിനേക്കാളും മാതാവിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്നു എന്നത് മാത്രമല്ല, ഫോളോ ചെയ്യുന്നു. അല്ലേ, എൻ്റെ താടി എത്രയോ ആളുകൾ പരിഹസിക്കാറുണ്ട്. എൻ്റെ നെര്യാണിക്ക് മുകളിൽ അല്ല എൻ്റെ പാൻറ്റിനെ, അല്ലേ, ഇപ്പോഴും ആളെ ഉപേക്ഷിച്ച് എന്താ പറയാ, ഓ തന്ത വൈബാണെന്നാ പറയാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്യാമ്പസ് കോൺഫറൻസിന് പോയപ്പോൾ ഒരു കുട്ടീനോട് പറഞ്ഞാണ്, സാറേ ഇപ്പൊ ക്യാമ്പസിലൊന്നും പഴയ പോലല്ല, നമുക്കൊന്നും പറയാൻ പറ്റൂല, നമ്മളൊരു തന്ത വൈബിൻ്റെ ആൾക്കാരായിട്ടാണ്. നമ്മൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ഇതൊരു തന്ത വൈബിൻ്റെ ആളാണല്ലോ. ഇതൊക്കെ എക്കാലത്തുണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാർ, അല്ലേ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എക്കാലത്തും അവൻ്റെ സ്വഭാവങ്ങൾ ഒരേപോലെയാണ്. അവൻ്റെ വികാരങ്ങൾ, അവൻ്റെ സ്നേഹം, അവൻ്റെ ദുഃഖം, അവൻ്റെ ദേഷ്യം, അവൻ്റെ സങ്കടം, അത് നാഗരികത എത്ര മാറിയാലും അടിസ്ഥാന വികാരങ്ങൾക്ക് മാറ്റമില്ല. അത് മനുഷ്യൻ നിലനിൽക്കുന്ന കാലത്തോളം അവൻ്റെ വികാരങ്ങൾ ഒരേപോലെ ആയിരിക്കും. സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 10-40 വർഷം മുമ്പത്തെ കേരളം എടുത്ത് നോക്കി, എന്താ ഇപ്പോൾ അവിടെ ഉള്ളത്? അല്ലേ, നമ്മളെ വീട്ടിലൊക്കെ കോഴിക്കൂടുണ്ടായിരുന്നു, നമ്മളെ വീട്ടിലൊക്കെ കോഴി ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു. അല്ലേ, നമ്മളെ കൊലായ്മലൊക്കെ കോഴി ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ അപ്പിട്ടുണ്ടാവും. എന്തൊരു വൃത്തികേടായിരുന്നു. പക്ഷെ നമുക്കതൊരു വൃത്തികേടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മളതിൻ്റെ മേലെ കൂടെ ചാടി കയറി കളിച്ച് നടന്ന ആളുകളാണ്. പക്ഷെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അല്ലേ, അപ്പോ ആ എങ്ങനെ നാഗരികത നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഇങ്ങനെ കാലങ്ങൾ മാറി. ഇപ്പം എന്താ, ഇപ്പം ഫാം ഹൗസാണ്, കാശ് കൂടി, ഇതൊക്കെ വേറെ സ്ഥലത്തുണ്ട്. അവിടെ കോഴിയുണ്ട്, ആടുണ്ട്, പശുണ്ട്. പണ്ട് ഓൻ്റെ ബാക്കിൻ്റെ പിന്നിലെ ആലെടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വലിയ സെക്യൂരിറ്റിനൊക്കെ വെച്ചിട്ട് ഫാം ഹൗസ് നടത്തുക. പേര് ഫാം ഹൗസ്. പണ്ട് നമ്മളെ പെരിയിലുണ്ടായിരുന്ന കോഴിയും പൂച്ചയും ആടും ഒക്കെ തന്നെ അവിടെ ഉള്ളത്. പക്ഷെ പേര് മാറി. അല്ലേ, പണ്ട് നമ്മൾ പാടത്ത് പണിയെടുത്തിരുന്നു, പറമ്പിൽ പണിയെടുത്തിരുന്നു. പച്ചക്കറി, വെണ്ടക്ക, നമ്മളെ പറമ്പിലുള്ള കുമ്പളങ്ങയും മത്തനും ഒക്കെയാണ് നമ്മൾ കറി ഉണ്ടാക്കിയത്. ഇപ്പോൾ ആൾക്കാർ ടെറസിൻ്റെ മേലെ ഓർഗാനിക് ഫാമിങ് നടത്തുകയാണ്. പാറപ്പുറത്ത് മണ്ണിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് 1000 റുപ്യേൻ്റെ വെണ്ടക്ക ഉണ്ടാക്കുകയാണ്. എന്താ വ്യത്യാസമുള്ളത്? അല്ലേ, അന്ന് നമ്മൾ 6 പാക്ക് ചെയ്യുന്നു, ജിമ്മിലൊന്നും പോയിട്ടില്ല, നമ്മൾ 6 പാക്ക് ചെയ്യുന്നു. ഇപ്പോൾ 40 വയസ്സാകുമ്പോഴാണ് 6 പാക്ക് ആക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് നോക്കുമ്പോൾ 8 പാക്കാണ്. ഇപ്പോൾ അടി 2 ഹെർണിയും കൂടി വന്നിക്കണ്. അപ്പോൾ എണ്ണി നോക്കുമ്പോൾ 6 പാക്കല്ല 8 പാക്കാ. അപ്പോൾ അടി 2 ഹെർണിയെ പുതിയ വന്നൊക്കെയാണ്. കാരണം ഒരു പ്രായം കഴിഞ്ഞിട്ട് 6 പാക്ക് ആവില്ല. അപ്പോൾ ഇപ്പൊ ജിമ്മിൽ പോണ് ആപാലവൃതം ജനങ്ങൾ നമ്മളെ നാട്ടിൽ ജിമ്മിൽ പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും അടിസ്ഥാനപരമായി ഇപ്പോൾ നല്ല സുഖത്തിൽ കിടന്നുറങ്ങിയ ആൾക്കാർ നല്ല ഓടിട്ട പെരയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. പണ്ടത്തെ കാലത്ത് ഒരു പ്രശ്നമില്ല, ജനലൊക്കെ തുറന്നിട്ട് കാറ്റും കൊണ്ട് കിടക്കുകയാണ്. ഇപ്പം എന്താ സംഭവം? ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഫുൾ AC തണുപ്പിച്ച് കമ്പിളിയൊക്കെ പൊതച്ച് കിടക്കുകയാണ്. പക്ഷേ ഉറക്കം കിട്ടില്ല, ഗുളി കുടിച്ചിട്ടാണ് കിടക്കണം. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ എത്ര ഏൺ ചെയ്താലും നമ്മളെ ചെലവ് കൂടുന്നുള്ളൂ. അല്ലേ, നമ്മൾ പണ്ട് സമാധാനമായി ബസ്സിൽ പോയിരുന്നു, അല്ല സൈക്കിൾ ഔട്ടി പോയിരുന്നു, നടന്നു പോയിരുന്നു സ്കൂൾക്ക്. ഇപ്പോൾ എന്താണ്, ഇപ്പോഴും രാവിലെ ആൾക്കാർ ഓടുകയാണ്, ചില ആൾക്കാർ സൈക്ലിംഗ് ആണ്. പണ്ട് നമ്മൾ ആവശ്യത്തിന് ചവിട്ടിയ സൈക്കിൾ ഇപ്പോൾ വെറുതെ ചവിട്ടാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. റണ്ണേഴ്സ് ക്ലബ്ബ്, അല്ലേ, റൈഡേഴ്സ് ക്ലബ്ബ്. അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യൻ എന്ന ജീവി എന്ന് പറഞ്ഞാൽ നമ്മളെ വരുമാനം എത്ര കൂടിയാലും നമ്മളെ സ്വഭാവം, നമ്മളെ സന്തോഷം, നമ്മളെ സങ്കടം, ഇതൊക്കെ ഭയങ്കര റിലേറ്റീവായ സാധനങ്ങളാണ്. അല്ലേ, നേരെ മറിച്ച് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഈ പഴയ മാരുതിയൊക്കെ സെക്കൻഡ് ഹാൻഡ് നമ്മളെ നാട്ടിൽ ഈ കാറ് വാങ്ങാൻ കാശില്ലാത്തവന്
പൈസയൊക്കെ സംഘടിപ്പിച്ച് കുറിയൊക്കെ കൂട്ടി അതിന് 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ട് പഴയ മാരുതി 15-20 കൊല്ലം പഴക്കമുള്ള മാരുതി സെക്കൻഡ് ഹാൻഡ് എടുക്കും. എന്നിട്ട് ഓൻ്റെ ഫാമിലി മൊത്തം ഇതിലെ പോവുക. കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരിത് തോന്നും അല്ലേ? എല്ലാവരും കൂടി ബാക്കിൽ കുട്ടികളൊക്കെ മടിയിലൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ ടയറൊക്കെ ചിലപ്പോൾ ചപ്പി ഉണ്ടാവും കാറ്റൊക്കെ. പക്ഷെ ഭയങ്കര സന്തോഷത്തോടെയാണ് പോണത്. എന്നാലും പുറത്ത് വോൾവോ എന്താണ് ഇപ്പോൾ അതിൻ്റെ വലിയ കാറൊക്കെ ഉണ്ടല്ലോ, 80CO പല ഇലക്ട്രിക് ഏറ്റവും നല്ല വോൾവോ കാറിലോ. അവിടെ സന്തോഷമല്ല. അവിടെ എന്താണ്, അവിടെ മക്കൾ എന്താണ് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് കാരണം മകൻ തെറ്റി നിൽക്കുകയാണ്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കാരണം ഭാര്യനെ സംശയമാണ്. സന്തോഷമില്ലാതെയാണ് ഈ വോൾവോയിൽ പോണത്. മറ്റോ സെക്കൻഡ് ഹാൻഡ് മാരുതി വാങ്ങി അടിച്ചു പൊളിച്ച് സന്തോഷത്തിൽ പോവാണ്. ഇപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിന്റെ വിജയമായി കാണുന്നത് ആത്യന്തികമായി നമുക്ക് സന്തോഷം നൽകണമെന്നില്ല. അപ്പൊ സന്തോഷം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ എങ്ങനെയാണ് സന്തോഷിക്കുക? അത് തികച്ചും മാനസികമായ സാധനമാണ് അല്ലേ? ഹയാത്തൻ ത്വയ്യിബത്തൻ നൽകുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് അല്ലേ? അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ ആരാധിക്കുകയും അവൻ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലമായിട്ട് ഹയാത്തൻ ത്വയ്യിബത്തൻ, ഒരു നല്ല ജീവിതം നൽകുമെന്ന് പറയുന്നുണ്ട്. ഈ ഗാസയിൽ ബോംബിട്ട് ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന നരകയാതനയുടെ ജീവിതമാണോ ഹയാത്തൻ ത്വയ്യിബത്തൻ? നമുക്കങ്ങനെ തോന്നും. എന്ത് ഹയാത്തൻ ത്വയ്യിബത്താണ് നമുക്കവിടെ നോക്കിയാൽ കാണുക? പക്ഷേ അതിലൊരു ഹയാത്തൻ ത്വയ്യിബത്ത്, അത് നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ സന്തോഷമാണ്. ഗിനൻ നഫ്സ് അല്ലേ? മനസ്സിന്റെ സന്തോഷമുണ്ട്, മനസ്സിന്റെ ധന്യതയുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. അറിയണം, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിലാണ് മനസ്സുകൾ സമാധാനപ്പെടുക, ശാന്തി ഉണ്ടാകുക. അത് അള്ളാഹു പറഞ്ഞതാണ്. ഈ മനസ്സിനെ സംവിധാനിച്ച, ഈ മനസ്സിനെ നമുക്ക് നൽകിയ, ഈ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ അറിയുന്ന, അതിനെ സംവിധാനിച്ച അതിൻ്റെ റബ്ബായ, അതിൻ്റെ നിയന്താവായ ആ അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. അള്ളാഹു പഠിപ്പിച്ചതാണെന്ത്? അള്ളാഹുവിനെ അറിയുന്നതിലൂടെയും സ്മരിക്കുന്നതിലൂടെയുമാണ് മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാകുക. ഇന്ന് ആളുകളൊക്കെ കൗൺസിലർമാരെടുത്ത്, ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം പോലും 80 വയസ്സായ ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചേക്കുക. 80 വയസ്സ്. സത്യമാണ് ഞാൻ പറഞ്ഞ അത്ഭുതം. എൻ്റെ ജീവിതത്തിൽ കുറേ ആളുകളെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആളുകളെ കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓർത്തോ ആയതുകൊണ്ട് ഈ കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചിട്ട് വരും ആൾക്കാർ രാത്രി മരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ മരിക്കൊന്നുമില്ല. കയ്യിൻ്റെ ഞരമ്പ് പിടിച്ചാലൊന്നും അങ്ങനെ മരിച്ചു പോകാൻ ചാൻസ് കുറവ് അന്നത്തെ കാലത്ത്. പണ്ടൊക്കെയാണെങ്കിൽ മരിക്കും, ഇപ്പം മരിക്കില്ല. കാരണം അത് ബ്ലഡ് വരും, ആൾക്കാർ വന്ന് ആസ്പത്രിക്ക് എത്തിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടും. ഈ മനുഷ്യൻ 80 വയസ്സായ ഈ മനുഷ്യന് അദ്ദേഹത്തിന് എവിടെ മുറിക്കണ്ടെന്ന് പോലും അറിയില്ല. എന്നിട്ട് കാലിൻ്റെ വിഷവള്ളിക്കുണ്ട് ഒരു 10-15 വട്ടം മുറിച്ചിങ്ങനെ, വല്ല മത്തിക്കൊക്കെ നമ്മൾ മുളക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിയല്ലോ, അതേമാതിരി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരിഞ്ഞിട്ടൊക്കെ. മൂപ്പര് വിചാരം അവിടെ മുറിച്ചാൽ മരിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ പറയുക, ഭാര്യ മരിച്ചുപോയി. അപ്പോൾ ആരുമില്ലപ്പോൾ ഭയങ്കര പ്രയാസമാണ്, ഒറ്റപ്പെടലാണ്. മക്കളൊക്കെ ഉണ്ട്, പക്ഷെ എന്താ പറയുക, മക്കൾക്കൊക്കെ ഞാനൊരു ഭാരമായി എന്ന് മൂപ്പർക്ക് തോന്നുകയാണ്. അവരുടെ ഒരു സ്വസ്ഥതക്കൊക്കെ ഞാനൊരു പ്രയാസമായി എന്ന് തോന്നലുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട്, ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ഈ വൈബൊക്കെ അവസാനിക്കുന്ന ഒരു സമയം വരും. അന്ന് നമ്മൾ തളരും. തളരാൻ പാടില്ല. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ ഈ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന്, ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യം എന്താണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലേ? അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശപ്പ് കൊണ്ടും എന്താണ് ധനനഷ്ടം കൊണ്ടും പട്ടിണിയും ഭയം, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും. അതാണ് ജീവിതം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ജിന്നിനെയും മനുഷ്യനെയും സംവിധാനിച്ചത്. അല്ലേ? അതേപോലെ സൂറത്തു മുൽക്കിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത് എന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. എന്നിട്ട് അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യും. ഈ ജീവിതം അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടും.
അപ്പോൾ ഈ അള്ളാഹു നൽകിയ ഈ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മളെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ അതിന് അവിടെ ഒരു പരീക്ഷണം എന്ന നിലക്ക് അള്ളാഹു ഖൈറും ഷർറൊക്കെ നൽകിയിട്ട് കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈർ ഫിത്ന വഇലൈനാ തുർജഊൻ. ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഒരു പരീക്ഷണം എന്ന നിലക്ക് നന്മ നൽകിയും തിന്മ നൽകിക്കൊണ്ടും നാം നിങ്ങളെ പരിശോധിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ അത് നമുക്ക് നന്മയായി ഫീൽ ചെയ്യട്ടെ തിന്മയായി ഫീൽ ചെയ്യട്ടെ, അതൊരു ടെസ്റ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഗാസയിൽ പ്രയാസം അനുഭവിക്കുന്ന ആ സ്ത്രീകളും കുട്ടികളും മനുഷ്യരുമെല്ലാം അവരുടെ കഷ്ടപ്പാട് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ വളരെ സുഖമായിട്ട് AC കിടന്നുറങ്ങണ്, AC വണ്ടിയിൽ യാത്ര ചെയ്യണ്, ചെറിയൊരു ചൂട് പോലും നമുക്ക് താങ്ങാൻ സാധിക്കുന്നില്ല അല്ലെ? ചെറിയൊരു പ്രയാസം പോലും നമുക്ക് അസഹ്യമായി അനുഭവപ്പെടുകയാണ്. അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ, ഒരു പ്രയാസത്തിൻ്റെ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ലൈഫ് ട്യൂൺ ചെയ്യണേയല്ല. നമ്മളൊരു കംഫർട്ട് സോണിലൂടെ മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രയാസവും കഷ്ടപ്പാടുകളുമെല്ലാം വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ജീവിതത്തിനൊരർത്ഥമുണ്ട്. ഓരോ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെയും പ്രയാസത്തിനനുസരിച്ച് അള്ളാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമെന്ന്, നിങ്ങളിൽ നിന്ന് ശുഹദാക്കളെ സൃഷ്ടിച്ചെടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു യുക്തി ഉണ്ട്. ഇപ്പോൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും ഫലസ്തീനിലെ ഓരോ ദിവസത്തെ ബോംബിങ്ങും ആ കുട്ടികളുടെ ചിത്രം കാണുമ്പോഴൊക്കെ മനസ്സിന് പ്രയാസമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന വലിയൊരു അറിവുണ്ട്. അത് നൽകുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയുണ്ട് അല്ലേ? ആ ബോംബിടുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അറിവോടെയാണ്, അള്ളാഹുവിൻ്റെ സമ്മതത്തോടെയാണ്. അപ്പോൾ അള്ളാഹുവിന് അതിലൊരു യുക്തിയുണ്ട്. ആ യുക്തി ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകണമെന്നില്ല. അള്ളാഹു അവരിൽ നിന്ന് ചില ശുഹദാക്കളെ അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കുമെന്നുണ്ട്. അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്.